കൂട്ടായി കൊല ചെയ്താൽ അത് കുറ്റകുറ്റം അല്ലാതായി മാറും. ഒറ്റയ്ക്കുള്ള കൊലകളെല്ലാം കൊലകളായിട്ട് മാറുന്നു. ഇതെല്ലാം നമ്മളിവിടെ കാണുന്നു. ഇപ്പോൾ ഒരു നിരപരാധിയെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ജയിലിലേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കരയുന്ന കുട്ടിയുണ്ടാവും, ഒരു ഭാര്യയുണ്ടാവും, അമ്മയുണ്ടാവും. ഇതെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. തെയ്യവും തിറയും വരുന്നൊരു കാലഘട്ടമില്ലേ, പ്രത്യേകിച്ച് ഒരു സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ളൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ സമയത്ത് രാത്രി സഞ്ചാരങ്ങൾ കൂടുതലാണ്. അപ്പോൾ ആ സമയങ്ങളിൽ പൊതുവിൽ ക്രൈം റേറ്റ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഭരണത്തിലിരിക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ ആ FIR ചമയ്ക്കുന്നത് മുതൽ എഴുതുന്നത് മുതൽ ഇങ്ങോട്ടേക്ക് തെളിവ് നശിപ്പിക്കൽ പെട്ടുകൾ നടന്നിരിക്കും. ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികൾക്കെതിരെ കേസുണ്ടാക്കുന്ന നമ്മൾ കത്തിയുടെ കഥകൾ കേട്ടിട്ടുണ്ട്. നടി ആക്രമിച്ച കേസിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി. അതിനുശേഷം അഭിമന്യു കേസിലെ രേഖകൾ കാണാതാവുന്നു. ഫൈസൽ വധക്കേസിൽ ഇന്ന് കഴിഞ്ഞ ദിവസം അല്ലേ എന്താണ് എലി കൊണ്ടുപോയി എന്ന് പറയുന്നു. അതായത് രക്തക്കറ പുരണ്ട തൂവാല കാണാനില്ല. നഷ്ടപ്പെട്ടതിലേ നമുക്ക് ഇനി റിമാൻഡ് ചെയ്യാൻ പറ്റുന്ന എലികളെ ആയിരിക്കാം. ന്യായസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അത് വളരെ ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ. നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ നിങ്ങൾ അപരാധിയായിരിക്കും എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം പ്രതിയിലേക്ക് ഏൽപ്പിക്കുന്നൊരു സാധനം. ബെയിൽ ഇസ് എ റൂൾ ആൻഡ് ദ ഡിനയൽ ഇസ് ദി എക്സെപ്ഷൻ. ഒരു പ്രതിക്ക് വേണ്ടി ഞാൻ കേസ് ജാമ്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ താങ്കൾ ഒരു രാജ്യസ്നേഹിയാണോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഏത് നിലവാരത്തിലാണ് ആ ജഡ്ജിയുടെ മനസ്സ് ചലിക്കുന്നത്? ഞാനൊരു ടെററിസ്റ്റിന് വേണ്ടി കേസ് നടത്തുമ്പോൾ ആമെ സിങ്കർണൈസ്ഡ് വിത്ത് ദ ടെററിസ്റ്റ്. POP കേസുകൾ വക്കാലത്തെടുക്കാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു. ഈ രാഷ്ട്രീയ കുറ്റകൃത്യങ്ങൾ എന്നതിൽ നിന്ന് മാറി രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് വരുമ്പോൾ നമ്മളെ കുറച്ചും കൂടി മറ്റ് ക്രൈമിനേക്കാൾ കൂടുതൽ നമ്മളെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ഒരു ജീവൻ അങ്ങ് പോവുകയാണ്. പ്രത്യേകിച്ച് TP കേസ് പോലെയുള്ള കേസുകൾ. അതൊക്കെ നമ്മുടെ മനസാക്ഷിയിൽ ഒരുപാട് ചോദ്യങ്ങൾ. അതെ അതെ, അത്തരം കേസുകളൊക്കെ വക്കീൽ എങ്ങനെയാണ്? അത്തരം വിചാരങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെന്തിനാണ്, അല്ലെങ്കിലും അങ്ങനെ ഒരു മനോവേദ ഈ അഭിഭാഷക എന്ന രൂപത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മളതെല്ലാം മാറ്റിവെക്കാതെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ കത്തിവെക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കത്തിവെക്കുന്നതിനെ കുറിച്ച് വേണമെന്നുണ്ട് അയാൾക്ക് കൈവരലുണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ സ്വാഭാവികമായിട്ടല്ലേ. പിന്നെയുള്ള ഞാൻ വേറൊന്നും കൂടി പറയാം. ഇപ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ കുറ്റമാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ എൻ്റെയും കൂടി മോചനത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. ഐ വിൽ ബി ത്രില്ഡ്. ഞാൻ ആഹ്ലാദഭരിതനായിരിക്കും ആ കേസ് നടത്തുമ്പോൾ. കാരണം അതെൻ്റെ ഒരു കടമയാണ്. കാരണം ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി അയാൾ ചെയ്യുന്ന പ്രവൃത്തിയാണത്. ആ രീതിയിൽ ഒരു പരിധി വരെ എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. കൊലപാതകങ്ങളുണ്ടാവുന്നു. ഞാൻ പറയുന്നത് ഏതും കൊലപാതകങ്ങളില്ലാതെ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. അമേരിക്കൻ റവല്യൂഷൻ നടന്നത് എങ്ങനെയാണ്? യുദ്ധം തന്നെയല്ലേ. ഫ്രഞ്ച് റവല്യൂഷൻ യുദ്ധമല്ലേ. ഏത് റവല്യൂഷനാണ് ഈ അവിടെ എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം. ഒരു ഒരുമിച്ചൊരു മൂവ്മെന്റിന് പോലെ അല്ലല്ലോ സാർ അത്. അതായത് ഒരു വ്യക്തിയെ ആക്രമിക്കുന്ന ഒരു ഞാൻ പറയുന്നത് ഇപ്പോഴും നമ്മൾ കാണാം. അപ്പോൾ നേരെ പോയിട്ട് ഖൊമേനിയെ കൊല്ലുന്നു. തിരിഞ്ഞോട്ടും അല്ലേ ഇത് അല്ലേ? ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിൻ്റെ തലവനെ അല്ലെങ്കിൽ ഒരു പുരോഹിതനെ അവിടെ കൊല നടത്തുന്നു. ഇപ്പോൾ ഗാസയിൽ പോയിട്ട് ഇവിടെ കംപ്ലീറ്റ് കുട്ടികളെ വരെ കൊല്ലുന്നൊരവസ്ഥ. 50,000 60,000 പേര്. ഇതെല്ലാം കൊലയല്ലേ. അപ്പോൾ കൂട്ടായി കൊല ചെയ്താൽ അത് കുറ്റകുറ്റം അല്ലാതായി മാറും. ഒറ്റയ്ക്കുള്ള കൊലകളെല്ലാം കൊലകളായിട്ട് മാറുന്നു. ഇതെല്ലാം നമ്മളിവിടെ കാണുന്നു. ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നു. ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ എത്രയോ ലക്ഷക്കണക്കിനുള്ള മരണങ്ങൾ കാണുകയാണ്. അതൊന്നും തന്നെ നമ്മുടെ വിചാരണ ചെയ്യപ്പെടുന്ന കുറ്റങ്ങളല്ല. കാരണം അതൊരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിൻ്റെ മുകളിലുള്ള തെറുവാഴ്ചയാണ്. എവിടെയാണോ അധികാരം, എവിടെയാണോ ആയുധത്തിൻ്റെ മുൻതൂക്കമുള്ള ആൾക്കാർ അവരെ തീരുമാനിക്കുകയാണ് അവിടെ. ആ രീതിയിൽ വരുമ്പോഴോ അവിടെയാണ് വിഷയം വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണോ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്രൈമുകൾ കൂടുന്നത്? ആ സമയത്താണോ അതോ അല്ലാതെയാണോ? എങ്ങനെയാണ് അതിനെ നമുക്ക് പലപ്പോഴും നിമിത്തങ്ങളായി വരാറുണ്ടെന്ന് പറയും. മുഴുവൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ തലശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് അവിടെ തെയ്യവും തിറയും വരുന്നൊരു കാലഘട്ടമില്ലേ, പ്രത്യേകിച്ച് ഒരു സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ളൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആ സമയത്ത് രാത്രി സഞ്ചാരങ്ങൾ കൂടുതലാണ്. അതേപോലെ ഈ വെടിക്കെട്ടിന് വേണ്ടിയുള്ള വെടിമരുന്നുകളുടെ സുലഭത ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോംബുകൾ നിർമ്മാണത്തിനും മറ്റൊക്കെ തന്നെ വളരെ രണ്ട് കൂട്ടർക്കും കിട്ടാവുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ ആ സമയങ്ങളിൽ പൊതുവിൽ ക്രൈം റേറ്റ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ രാത്രികാലങ്ങളിൽ ആളുകൾ സഞ്ചരിക്കുന്നു. അങ്ങനെ അവർ ആക്രമിക്കാനുള്ള വീട് കയറി ആക്രമിക്കുന്നതിനേക്കാളും വരെ പുറത്തേക്ക് വരുന്ന സമയത്ത് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ട് വരുന്നു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുണ്ടാവുന്ന കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പോസ്റ്റർ കയറുന്നു, ചുവരെഴുത്തുകൾ മാറ്റുന്നു, അല്ലെങ്കിൽ കൊടിമരം അവിടെ നിന്ന് പറിച്ചു കളയുന്നു. അതിനെ തുടർന്നുണ്ടാവുന്ന സംഘർഷങ്ങൾ, അതിങ്ങനെ ഉണ്ടാവുന്നൊരു കുറ്റകൃത്യങ്ങളാണ് എല്ലാം വരെ.
രാഷ്ട്രീയ കുറ്റകൃത്യങ്ങൾ എന്നല്ല നമ്മൾ കണ്ടത്. അത് രാഷ്ട്രീയ പ്രേരിത, കക്ഷി രാഷ്ട്രീയ പ്രേരിത കുറ്റകൃത്യങ്ങൾ നടത്തുന്നതിലെ പട്ടികയിലേക്ക് വരാൻ പറ്റുള്ളത്. ആ രീതിയിലാണ് അത് വരുന്നത്. ഈ സാക്ഷികളെ സ്വാധീനിക്കുക അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുക, ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പം വാദത്തിനിടയിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കേസ് പലതും ഇല്ലാതായി പോകുന്നത് തന്നെ ഈ രണ്ട് കാര്യത്തിലാണ്. അപ്പം ഇത്തരം കേസുകൾ ഈ പൊളിറ്റിക്കൽ ക്രൈമിൽ ഇത് എത്രത്തോളം കാണാറുണ്ട്? കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അനുഭവം തന്നെ പറയാം. ഞാൻ ഈ കാഞ്ഞങ്ങാട് ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഈ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള പ്രശ്നം കടന്നു വരും. അപ്പോൾ അതിൽ നമ്മൾ വിചാരണ നടത്തുമ്പോൾ നമുക്ക് ശിക്ഷിക്കാൻ മതിയായ തെളിവുകൾ ഉണ്ടോ എന്നൊരു സംശയം വരാം. ഈ സംശയം വരുന്നതെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് വരുന്നത് കൗരവരും പാണ്ഡവരും എന്ന് പറഞ്ഞ പോലെയാണ്. കൂറ് പുലർത്തുന്ന ആളുകൾ സാക്ഷികളുടെ കൂട്ടത്തിൽ അയാളുടെ രാഷ്ട്രീയം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ടാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ബയസ്ഡായിരിക്കും, ഇൻട്രസ്റ്റഡ് ആയിരിക്കും, അവർക്ക് താല്പര്യമുള്ള ആളുകളായിരിക്കും. അവർ യഥാർത്ഥത്തിലുള്ള വസ്തുതകളായിരിക്കില്ല പറയുക എന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നന്നായിട്ട് പഠിച്ച് പറയാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നും. പക്ഷേ അയാളുടെ ഇൻട്രസ്റ്റഡ്നെസ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡൻറ്റ് എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കാൻ ശ്രമിക്കും. സ്വതന്ത്ര തെളിവുകളുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ ശ്രമിക്കും. പല്ലുന്നെന്താ എയും ബിയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ, ചക്കളത്തി പോരാട്ടത്തിൽ സിയെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ കാര്യമല്ല. സി എന്ന ഇൻഡിപെൻഡൻറ്റ് സാക്ഷി ഇതുമായിട്ട്, ഈ കേസുമായിട്ട് യാതൊരു വിധത്തിൽ അയാൾ കണ്ടെങ്കിൽ പോലും കണ്ടെന്ന് പറയാൻ അയാൾ തയ്യാറാവില്ല. കണ്ടെന്ന് പറഞ്ഞാൽ പോലും കോടതിയിൽ വന്നിട്ട് അയാൾ മാറ്റി പറയും. കാരണം ആരെയും എയോ ബി എയോ വെറുപ്പിക്കേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു നിക്ഷിപ്ത താല്പര്യമുള്ള ഭാഗങ്ങളുടെ തെളിവുകൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ സിറ്റ് ദ ഗ്രാഫ് ഫ്രം ദ പറയില്ലേ, നെല്ലും പതിരും തിരിച്ചറിയുക എന്നുള്ളത്. ആ നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വിടും. ഒരു നിരപരാധിയെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ജയിലിലേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കരയുന്ന കുട്ടിയുണ്ടാവും, ഒരു ഭാര്യയുണ്ടാവും, അമ്മയുണ്ടാവും. ഇതെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് പഴയ സിംറ്റത്തിലേക്ക് 1000 പേര് വെറുതെ വിട്ടാലും ഒരു അപരാധിയെ ശിക്ഷിക്കുക പറയുന്ന ആ ഒരു നോംസിലേക്ക് നമ്മൾ എത്തപ്പെടും. ഇപ്പോൾ താങ്കളുടെ ചോദ്യത്തിലുണ്ട്, ആ ചോദ്യത്തിൽ അപരാധികളെ ശിക്ഷിക്കാൻ തന്നെ ലോ ഈസ് നോട്ട് ടു ലെറ്റ് ലൂസ് ഓൾ ദ കൾപ്രിറ്റ്സ്. നോ അല്ല. പക്ഷേ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ലാൻഡ്മാർക്ക് എവിടെയാണ്? പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രേരിത കുറ്റകൃത്യങ്ങളിൽ കാണുന്ന ഒരു പ്രതിസന്ധി അവിടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രൈം റേറ്റ് കുറയാനുള്ള സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം, കണ്ണുമടച്ച് ശിക്ഷിക്കുക. ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കണ്ണുമടച്ച് ശിക്ഷിക്കുക. അത് കാടടച്ച് വെടിവെക്കുന്നത് പോലെയാണ്. അതായത് നമ്മൾ ഈ തെളിവ് നശിപ്പിക്കുന്നതും ഇതൊക്കെ ഇത്തരം കേസുകൾ സർവ്വസാധാരണമായിട്ടാണോ കാണുന്നത്? തെളിവ് നശിപ്പിക്കുന്നതിന് നമ്മൾ ആദ്യം തുടങ്ങിയോട് തന്നെ പറയാം. ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഭരണത്തിലിരിക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ ആ FIR ചമയ്ക്കുന്നത് മുതൽ എഴുതുന്നത് മുതൽ ഇങ്ങോട്ടേക്ക് തെളിവ് നശിപ്പിക്കൽപ്പെട്ട് നടന്നിരിക്കും. കാരണം ഒരു FIR രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കാൻ സമയം വൈകിക്കഴിഞ്ഞാൽ എന്താ ഫലത്തിലുണ്ടാവുക? അത് കൃത്രിമം നടത്തുന്നതിന് വേണ്ടി വെച്ചതാണ്. ഒരു സാക്ഷിയെ ചോദ്യം ചെയ്യാൻ, പ്രധാനപ്പെട്ട സാക്ഷിയെ ചോദ്യം ചെയ്യാൻ ദിവസങ്ങളോളം എടുത്താൽ അപ്പോഴും നമുക്ക് പറയാം അവർ എവിഡൻസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ, കൃത്രിമമായിട്ടുണ്ടാക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് സമയമുണ്ടാക്കി കൊടുക്കുകയാണെന്ന് പറയാം, ഇല്ലേ? ഒരു തെളിവെടുത്തു, ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് അവിടെ നിന്ന് എടുക്കുന്നു, അത് സീൽ ചെയ്ത് അക്രമം സീൽ ചെയ്യുന്നില്ല, പോലീസ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് മജിസ്ട്രേറ്റിലേക്ക് പോരുന്നു. അപ്പോൾ എന്തു പറയാം, ഇത് കൈവശം വെച്ചത് ചോര അതിനകത്ത് ഉണ്ടാക്കിയിട്ട് പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ കൃത്രിമത്വം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തെളിവ് പോലീസ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരുന്നതെന്ന് പറയാം, ഇല്ലേ? അപ്പോൾ എന്ത് വരുന്നു, ആദ്യ അവസാനം ഈ തെളിവ് നശിപ്പിച്ച ഒരു പ്രക്രിയയാണ് നമുക്ക് വിചാരണ നടക്കുന്ന സമയത്ത് വരുന്നത്. ഇത് ഓരോന്ന് എണ്ണി ചോദിക്കുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സമ്മതിക്കേണ്ടി വരുന്നു. അതോടുകൂടി എന്താവുന്നു, അന്വേഷണത്തിൻ്റെ അപാകത കൊണ്ട് തന്നെ ആ കേസ് വെറുതെ വിടേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടി ചെയ്യും. അതോടൊപ്പം തന്നെ എന്ത് പറ്റുന്നു, ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികൾക്കെതിരെ കേസുണ്ടാക്കുന്ന നമ്മൾ കത്തിയുടെ കഥകൾ കേട്ടിട്ടില്ലേ? അങ്ങനെയും കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് തെളിവുകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനവും പോലീസിനുണ്ട്. ആ താല്പര്യത്തിനനുസരിച്ച് തന്നെ പോകാം. ഇത് ശരി, ഞാൻ അംഗീകരിക്കുന്നു. പോലീസ് വരെ നമുക്കറിയാം. ഈ കോടതികളിൽ നിന്ന് നഷ്ടപ്പെടുന്ന തെളിവുകളോ? ഇപ്പം ഞാൻ പറയാം, നടിയെ ആക്രമിച്ച കേസിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി. അതിനുശേഷം അഭിമന്യു കേസിലെ രേഖകൾ കാണാതാവുന്നു. ഫൈസൽ വധക്കേസിൽ കഴിഞ്ഞ ദിവസം അല്ലേ, എന്താണ്, എലി കൊണ്ടുപോയി എന്ന് പറയുന്നു. അതായത് രക്തക്കറ പുരണ്ട തൂവാല കാണാനില്ല ഫൈസൽ വധക്കേസിൽ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതികളിൽ നിന്ന് നഷ്ടമാകുമ്പോൾ നമ്മൾ എവിടെയാണ് സാർ നീതി പ്രതീക്ഷിക്കേണ്ടത്? ആസൂത്രിതമാണോ ഇല്ലയോ എന്നുള്ള ആ കേസിൽ എനിക്കറിയാവുന്നതാണ്. ഞാൻ ഉണ്ടായിരുന്നു, പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നുണ്ടായിരുന്നു. ഫൈസൽ വധക്കേസിൽ
മുഴുവൻ പറയുന്നില്ല. അതുകൊണ്ട് അത് വിസ്തരിക്കാൻ വേണ്ടി വന്നപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു സാധനം. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ലെക്കോട്ട് ഈ കവർ പൊളിച്ചു കഴിഞ്ഞപ്പോൾ കവറിൻ്റെ മൂലയിൽ അതായത് ദ്വാരങ്ങൾ കാണുന്നു. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളത് അത് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്താണ് ഇത് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കോടതിയിൽ വെക്കുമ്പോൾ കോടതികൾ ഇഷ്ടം പോലെ എലികളുണ്ടെങ്കിൽ അത് പോയിട്ട് അത് ഏതെങ്കിലും വിധത്തിൽ ആസൂത്രിതമായിട്ടേ ചെയ്തു എന്ന് പറയുന്നതിന് കാര്യമായിട്ടുള്ള കഴമ്പൊന്നുമില്ല. അത് കോടതിയിൽ വെച്ച് നഷ്ടപ്പെട്ടതിൽ നമുക്ക് ഇനി റിമാൻഡ് ചെയ്യാൻ പറ്റുന്ന എലികളെ ആയിരിക്കാം. എലികൾ കടിച്ചു കിട്ടിയെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നതോടെ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും, നമുക്ക് ഇതേപോലെ ഇതെല്ലാം സുരക്ഷിതമായിട്ട് വെക്കാൻ കഴിയുന്ന സംവിധാനം കോടതിയിൽ ഇല്ലെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടി നേരെ ഒരു തരം സ്റ്റോർ റൂമുണ്ട്. ആ സ്റ്റോർ റൂമിൽ ഡംപ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതിന് മാറ്റം വരണ്ടേ സാർ? ഞാനിപ്പോൾ കാഞ്ഞങ്ങാട് ചെല്ലുമ്പോൾ സമയത്ത് കാഞ്ഞങ്ങാട് ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എടുത്ത ചാരായി 20 ലിറ്റർ ഉണ്ടാവും, ഹാജരാക്കിയ ചാരായി 20 ലിറ്റർ ഉണ്ട്. പക്ഷേ വിചാരണ നടക്കുമ്പോൾ ചാരായത്തിൻ്റെ ഈ കന്നാസിൽ ഒരു തുള്ളി ചാരായം പോലുമില്ല. അന്വേഷിക്കുമ്പോൾ എനിക്കൊരു കൃഷ്ണേട്ടൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, പുള്ളി വൈകുന്നേരം ഡ്യൂട്ടിയിലിടുമ്പോൾ പുള്ളി ആ ചാരായം എടുത്ത് കുടിക്കും. അവിടുത്തെ കശുമാങ്ങ ചാരായമാണ് കാഞ്ഞങ്ങാടൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഈ തെളിവുകൾ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ, വിധിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. അല്ല അത് പോട്ടെ, ബോധപൂർവം അല്ലാന്ന് ഞാൻ പറയാം, അല്ലാതെ ആയിക്കോട്ടെ, അതിന് അത്രയും ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ലാഘവത്തോടെ ചെയ്യാൻ പാടില്ലാത്തൊരു സംവിധാനം ഉണ്ടാകണം, തീർച്ചയായിട്ടും ഉണ്ടാകണം. ഞാൻ പറഞ്ഞ എലി കടിച്ച് ഉണ്ടാകാൻ വേകുന്ന രൂപത്തിലേക്ക് വസ്തുക്കൾ ഇടാൻ പാടില്ല, മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഇടാൻ പാടില്ല. അതെവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അത് അന്വേഷിച്ച് പോകേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ നടിയെ ആക്രമിച്ച കേസിലുണ്ടാവുന്നതും ഇതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള നടപടികൾ ആവശ്യമായ കാര്യങ്ങൾ തന്നെ, തർക്കമൊന്നുമില്ല. അത് അല്ല, അതിന് നമുക്കറിയാം ആ വീഡിയോ ഒരു കാരണവശാലും ഒരു അഭിഭാഷക അല്ലെങ്കിൽ ഒരു ജഡ്ജായിരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നൊക്കെ ഇല്ല മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് സംഭവിച്ചത്. ആര് എക്സ് ഓർ വൈ എന്നുള്ളത് ഞാനും പറയുന്നില്ല, പക്ഷെ ചെയ്യാൻ പാടില്ലാത്തൊരു കുറ്റകൃത്യം അവിടെ നടന്നു എന്നുള്ളത് നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് അഭിഭാഷക സംഘടനകളുണ്ട്, എല്ലാ സമൂഹത്തിലും ഉള്ള പോലെയുള്ള ആളുകൾ അഭിഭാഷക വൃത്തിയിലും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. പലതരത്തിലുള്ള മനുഷ്യന്മാരാണല്ലോ ഇതിലും വരുന്നത്, മനുഷ്യർ തന്നെയാണല്ലോ. മറ്റേ വിചാരണയിൽ നമ്മൾ കണ്ടല്ലോ, തെറ്റുണ്ടാവുമല്ലോ. അതെ അതെ അതെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിനൊരു നമ്മൾ ഏറ്റവും അവസാനം അഭയം പ്രാപിക്കുന്നതാണ് നിയമം, അല്ലേ? തീർച്ചയായിട്ടും നിയമത്തിലാണ് നമ്മൾ ഏറ്റവും അവസാനം എന്തെങ്കിലും ഒരു പരിധി നമുക്ക് നീതി കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ ആശ്വാസം, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മരണമായിക്കോട്ടെ, ബലാത്സംഗ കുറ്റകൃത്യങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ അവസാനം ചെന്ന് എത്തിപ്പെടുന്നതാണ് നിയമത്തിൽ. നമ്മൾ ദൈവത്തിനൊക്കെ അപ്പുറത്തേക്ക് ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നവർ ദൈവവിശ്വാസികളായിരിക്കും, അവർ ദൈവത്തെ വിളിക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് എത്തുന്ന ഒരു നമ്മൾ നീതി ദേവതയുടെ കണ്ണ് കെട്ടുന്നെന്ന് പറയുന്ന പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിന് എന്ത് നടപടികളാണ് നിങ്ങൾ ഒരുമിച്ചുള്ള അഭിഭാഷകർ ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്വീകരിക്കാൻ ഒരു മുന്നോട്ട് പങ്കുവഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു നോമിനലായിരിക്കാം, അതല്ലാതെ സംഭവിക്കാനുള്ള സാധ്യതയില്ല. പൊതുവിലെ അഭിഭാഷകർ കോടതിയിൽ പോയിട്ട് കൃത്രിമമായിട്ട് നിലവിലുള്ള തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തില്ല. ഒരു ന്യായാധിപനും അത്തരം ഇതിൽ ചെയ്യില്ല. സ്വാഭാവികമായിട്ടും അവരുടെ നേതൃത്വത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ആളുകളില്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജനറലി ടു മൈ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ന്യായാധിപന്മാർ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. എക്സെപ്ഷൻ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു പോലീസ് കൃത്രിമം നടത്തുന്നത് പോലെയല്ല. ന്യായസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അത് വളരെ ഡേഞ്ചറസ് ആയ സിറ്റുവേഷനാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ കർശനമായിട്ട് അത് കോടതിയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കും. സുപ്രീം കോടതി മുതൽ താഴോട്ടേക്ക് ഈ കാര്യത്തിന് നടപടികൾ വേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും. അതിനെന്തെങ്കിലും മൂവ്മെന്റ്, ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നമ്മൾ എല്ലാ കാലത്തും ഇങ്ങനെ തെളിവുകൾ ഇതാവുന്നു, നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് മാത്രമേ ഇന്റർസ്പെസിന്റെ വലിയൊരു സ്ലോഗനുണ്ട്, യു മേ നോട്ട് ചേഞ്ച് ദ വേൾഡ് ബട്ട് യു ക്യാൻ എക്സ്പോസ് ദ വേൾഡ്. എക്സ്പോസ് ദ തിങ്, അതാണ് പറയുന്നത്. നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്യുന്നതാണ് കാണിക്കാൻ പറ്റുക, നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ ഈ എക്സ്പോസിഷനാണ്, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഈ മാറ്റത്തിലേക്ക് വരിക പലപ്പോഴും, അല്ലേ? അല്ലെങ്കിൽ ഈ വാർത്തകളെല്ലാം ഇലറഞ്ഞ മൂലയെ കിടക്കും. ഇതല്ലല്ലോ, ഇത് പുറത്ത് വരുന്നുണ്ട്. ആരും അക്രമാതീതരല്ല, വിമർശനത്തിന് അതീതരല്ല എന്ന് വരുന്നുണ്ടല്ലോ. പണ്ട് കോടതികൾ എന്നൊക്കെ പറഞ്ഞാൽ വിമർശിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സബ് ജുഡീസ് വിമർശനത്തിന് വിധേയരാണ് അവർ തന്നെ പറയേണ്ടി. പണ്ട് ഓരോ വിധിന്യായത്തെയും കീറി മുറിച്ച് പരിശോധിക്കുന്ന കാലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ UAPA NSA പോലുള്ള കേസുകൾ, ഈ നിയമങ്ങൾ ഈ പൊളിറ്റിക്കൽ ക്രൈമുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കാരണം UAPAയുടെ കുറ്റകൃത്യം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ നിർവചനത്തിൽ തന്നെ അത് ഭരണകൂടവുമായി ഏറ്റുമുട്ടുന്ന ഒരു കുറ്റകൃത്യമായിട്ടാണ് പൊതുവിൽ കാണുന്നത്. ഒരു ഭരണവ്യവസ്ഥയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഈ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്
ചെയ്യുന്ന പ്രവൃത്തി, ജനങ്ങളിൽ വല്ലാത്തൊരു ഭീതി ജനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ പൊതുവിൽ അതെല്ലാം തന്നെ രാജ്യദ്രോഹ കുറ്റങ്ങളായിട്ട്, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റങ്ങളെല്ലാം തന്നെ ഭീകരവാദ കുറ്റങ്ങളായിട്ട് മാറുന്നൊരവസ്ഥ കടന്നു വരുന്നു. അപ്പോൾ അത് ഭരണകൂടവും ജനവും തമ്മിലുള്ള ഈ എന്താ പറയുക വ്യക്തിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. പ്രധാനമായിട്ടും വാദിസ്ഥാനത്ത് നിൽക്കുന്ന മറ്റ് കേസുകളേക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന സ്റ്റേറ്റ് തന്നെയാണ്. ആ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രത്യേക അന്വേഷണ ഏജൻസി, അത് SIT ആകാം, അല്ലെങ്കിൽ NIA നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ആകാം, അതിനകത്തേക്കാണ് കടന്നു വരുന്നത്. ഇന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു നിയമം അത് തന്നെയാണെന്ന് പറയാം. സാധാരണ നമ്മുടെ IPCയുടെ ഉള്ളിൽ നിന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയെ വേറൊരു ചട്ടത്തിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ നിങ്ങൾ അപരാധിയായിരിക്കും എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം പ്രതിയിലേക്ക് ഏൽപ്പിക്കുന്നൊരു സാധനം. യു ഹാവ് ടു പ്രൂവ് യുവർ ഇന്നസെൻസ് അണ്ടിൽ ദാറ്റ് യു ആർ ദ അക്യൂസ്ഡ്, യു ആർ ദ കൾപ്രിറ്റ്, യു വിൽ ബി ഇൻ ദ ജയിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ആ നിയമം പോകുന്നത്. അത് തല കിഴക്കാൻ പാട് നിർത്തുന്നൊരവസ്ഥയാണ്. മറ്റതങ്ങനെയല്ലോ, സംശയാതീതമായി തെളിയിക്കുന്നത് വരെ ഞാൻ നിർദോഷിയാണ്. എനിക്കിപ്പോൾ ജാമ്യം കിട്ടണം. ഇപ്പം നമ്മൾ കണ്ടു, ഈ കഴിഞ്ഞ 17 വർഷമായിട്ട് സക്കറിയ എന്ന് പറയുന്ന ഒരാൾ കിടക്കുന്നു. പരമാവധി ജീവമരുന്ന് കൊടുത്താൽ 14 വർഷം കഴിയുമ്പോൾ പോരാവുന്ന ഒരു കേസല്ലേ. 17 വർഷം കഴിഞ്ഞിട്ട് അയാൾക്ക് അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് പോലും കൊടുക്കില്ല എന്ന് പറയുമ്പോൾ 80കളിൽ ഞങ്ങൾ പഠിച്ച പാഠം ബെയിൽ ഇസ് എ റൂൾ ആൻഡ് ദ ഡിനയൽ ഇസ് ദി എക്സെപ്ഷൻ. കൃഷ്ണയ്യർ പറഞ്ഞ വാക്കതാണ്. ഇന്നത് തലകിഴക്കനാൻ പാടായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ജാമ്യം നൽകുക എന്ന് പറയുന്നതാണ് എക്സെപ്ഷൻ, നിഷേധിക്കുക എന്നുള്ളതാണ് പതിവ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു. അപ്പോൾ ആ നിയമം എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഉദ്ദേശത്തിൻ്റെ ശുദ്ധി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഉദ്ദേശശുദ്ധിയില്ലാത്ത ഒരു നിയമമായിട്ട് അതിനെ ക്രൈമുകളുടെയും കേസുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണോ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് വരുന്നത്? അങ്ങനെയും ചിന്തിക്കാൻ പറ്റുമോ? ഭരണകൂടത്തിനെതിരെ വരുന്ന അക്രമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു പ്രത്യേക പട്ടികയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഏതെല്ലാമാണ് ആ ഗ്രൂപ്പിലേക്ക് വന്നത്? തീവ്രവാദ ഗ്രൂപ്പുകൾ, മതവിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ എല്ലാം ഈ പട്ടികയിലേക്ക് കയറുകയാണ്. അവിടെയെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ നോക്കുകയാണ്. എക്സെപ്ഷണലായിട്ട് ഇപ്പോൾ സംജോത മറ്റത് മറിച്ചൊക്കെ വരുമ്പോൾ തന്നെ അവരെല്ലാം നിർവ്യാജം നിഷ്കളങ്കരായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മറ്റവരാണെങ്കിലോ വർഷങ്ങളോളം കടന്നു കഴിഞ്ഞിട്ട് ഞങ്ങളതിന് വിചാരണ നടത്തുമ്പോൾ കാണാറുണ്ട്. മിനിമം ഒരു 4 വർഷമെങ്കിലും ഒരു വിചാരണ തീരാൻ ഇവിടെ കേരളത്തിൽ തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ കേസ് നമ്മൾ വിചാരണ കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഒരു വിചാരണ തുടങ്ങിയിട്ട് അവസാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക. അതിനിടയിൽ എന്ത് പറ്റുന്നു? അവർ കിടന്ന കാലഘട്ടം ശിക്ഷയുടെ കാലഘട്ടങ്ങളുമായ തുലനം ചെയ്ത് കഴിച്ചിട്ട് അവരെ പുറത്തേക്ക് വിടുന്നു. അതിനപ്പുറം ഈ നഷ്ടപ്പെട്ട ഇനി നിഷ്കളങ്കരാണെന്ന് വിധിച്ചാൽ തന്നെ അവരാ ജയിലിൽ കിടന്ന കാലഘട്ടത്തെ ആർക്കാണ് ഇനി നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുക? പഠിക്കാൻ. അപ്പോൾ ഈ അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഭരണകൂടം ആസൂത്രിതമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് തന്നെ കാണണം. ഇത്തരം നിയമങ്ങൾ കാണേണ്ടി വരുന്നു. ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു നിയമം ഇന്ത്യൻ പീനൽ കോഡിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ എന്താ പറയുക അന്വേഷണ തലവും അങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ ഒരു സാരി കഷ്ണം കിട്ടിയില്ല, ഞാൻ അന്വേഷണത്തിൻ്റെ അതിൻ്റെ പാർട്ടിയാണ്. നിങ്ങളുടെ ഒരു സാരി കഷ്ണം സംഭവ സ്ഥലത്ത് കിട്ടുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സാരി ഏത് മില്ലിലാണ് ഉണ്ടാക്കിയത്? ആ മില്ലിലേക്ക് അതിൻ്റെ പട്ടുനൂലോ മറ്റതോ മറിച്ചതോ കൊടുത്തത് ആരാണ്? എവിടെ നിന്നാണ്? ഏത് കർഷകരാണ് അത് കൊടുത്തത്? അതിന് ഉപയോഗിച്ച പട്ടുനൂൽ പുഴു ഏതാണ്? ആ പുഴുവിൻ്റെ ലാറോ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ഈ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. അങ്ങനെ അന്വേഷണത്തിൽ മിക്കവാറും ഒരു 50,000 പേജൊക്കെ ഉള്ള കുറ്റപത്രം കൊടുക്കുക, ഒരു 150 മുതൽ മുകളിലോട്ടുള്ള എന്താ പറയുക സാക്ഷിപ്പട്ടിക ഉണ്ടായിരിക്കുക. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും നീളുന്ന വിചാരണകളിലേക്ക് കാര്യങ്ങൾ എത്തുക. ഒരിക്കലും ഒരു പ്രതിക്ക് താങ്ങാൻ കഴിയാത്ത, ഒരു അഭിഭാഷകന് പോലും താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള വർക്ക് ലോഡിലേക്ക് എത്തിക്കുകയാണത്. അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് കില്ലിംഗ് ആണത്. ഒരു വ്യവസ്ഥിതിയിലൂടെ തന്നെ നമുക്ക് നീതി നിഷേധിക്കുന്ന ഒന്നാണ് അവിടെ കാണാൻ നമുക്ക് കഴിയുന്നത്, അല്ലേ? ഇപ്പോൾ കണ്ട കേസുകളിലെല്ലാം തന്നെ, വെറുതെ വിട്ട കേസുകളിലെല്ലാം തന്നെ എത്രയോ കാലം കിടന്നു കഴിഞ്ഞിട്ടാണ് അവരെല്ലാം കടന്നു വരുന്നത്. അതിനുശേഷം അവർ നിർദോഷിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ജയിലിൽ കിടന്ന് മരിക്കുന്നു, ജാമ്യം കിട്ടാത്തത് കൊണ്ട് മാത്രം. 95% അംഗവൈകല്യമുള്ള സായിബാബയെ പോലുള്ളവർക്ക് മരണം കൈവരിക്കേണ്ടി വരുന്നു. ഏത് വ്യവസ്ഥിതിയാണ്, ഏത് നിയമവ്യവസ്ഥയാണ് നമ്മളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഏത് ഡെമോക്രാറ്റിക് സെറ്റപ്പിലുള്ള നിയമത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്? ഇപ്പം കോടതി, പരമോന്നത കോടതി വരെ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ ആശ്രയിക്കുന്ന അവിടെയാണ്. ഭരണകൂടം ഇങ്ങനെ സ്വാധീനം ചെലുത്തുമ്പോൾ അങ്ങനെ സ്വാധീനം ചെലുത്തിയാൽ പറയാൻ പറ്റുന്ന വിധികളാണോ അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളാണോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ഇനി തോന്നുന്നത് ഈ ടെററിസ്റ്റ് നിയമങ്ങളിൽ തോന്നുന്നത്, ഇപ്പം നിങ്ങൾ ഒരു ഫ്ലൈറ്റിന് പോകുന്നു അല്ലെങ്കിൽ ഒരു ട്രെയിനിന് പോകുന്നു, ആ സമയത്ത് ടെററിസ്റ്റുകൾ നിങ്ങളെ ബോംബ് ചെയ്യുന്നു, നിങ്ങളില്ലാതാവുന്നു. അവരുദ്ദേശം നിങ്ങളെ ആയിരിക്കില്ല, വേറെ ആളെ ആയിരിക്കാം.
അപ്പോൾ വി ആർ അണ്ടർ ദ ത്രെട്ട് എന്നൊരു തോന്നലിലേക്ക് എത്തുകയാണ്. ഞാനിവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു, ഞാൻ മരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇല്ലാതാക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. എൻ്റെ തന്നെ ഒരു അനുഭവം പറയാം. ഞാൻ NIA കേസ് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജാമ്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ഒരു ജഡ്ജി ചോദ്യം, ആർ യു എ പേട്രിയറ്റ് എന്നാണ്. എന്താണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം? ഒരു പ്രതിക്ക് വേണ്ടി ഞാൻ കേസ് ജാമ്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ താങ്കൾ ഒരു രാജ്യസ്നേഹിയാണോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഏത് നിലവാരത്തിലാണ് ആ ജഡ്ജിയുടെ മനസ്സ് ചലിക്കുന്നത്? ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ മുമ്പിൽ ഒരു അഭിഭാഷകൻ എന്ന രൂപത്തിൽ എൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കുകയാണ്. അവിടെ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ശരിക്കും അതിന് ഉത്തരം പറയേണ്ട ബെൻ ജോൺസൺ പണ്ട് പറഞ്ഞ പോലെയാണ്, പേട്രിയോട്ടിസം ഈസ് ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് എ സ്കൗണ്ട്രൽ. ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് ഈ പറയുന്ന പേട്രിയോട്ടിസം എന്ന് പറയേണ്ടി വരും. പക്ഷേ ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. കാരണം മൈ കോസ് ഈസ് ഫോർ അതർ. വേറൊരു മനുഷ്യന് വേണ്ടിയുള്ള ജാമ്യത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ പറയുമ്പോഴോ ഒരു കേസ് മാത്രമല്ല, ആ കേസും പോവും, പിന്നീട് വരാൻ പോകുന്ന കേസൊക്കെ പോകും. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ മനസ്സുകൾ ഇങ്ങനെ ചലിക്കുന്നത്? ഞാനൊരു ടെററിസ്റ്റിന് വേണ്ടി കേസ് നടത്തുമ്പോൾ ആമേ സിങ്കർണൈസ്ഡ് വിത്ത് ദ ടെററിസ്റ്റ് അല്ലല്ലോ. ഞാൻ അയാളുമായിട്ട് ഐക്യപ്പെട്ടു കഴിഞ്ഞു? ഇല്ലല്ലോ. ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും എൻ്റെ വിഷയങ്ങളല്ല കേസ് നടത്തുന്ന സമയത്തുള്ളത്. അയാളുടെ അഭിപ്രായമോ ഇല്ലായ്മയോ ഒന്നും തന്നെ എൻ്റെ വിഷയമല്ല. ഐ എം ഓൺലി പ്ലേസിങ് ദ ഫാക്ട്സ് വിച്ച് ഐ സ്റ്റഡീഡ് ആൻഡ് ഇറ്റ്സ് ഡൈവേൾഡ് ഇൻ ദ റെക്കോർഡ്സ്. ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്. അതിലെന്താ തെറ്റ്? അതിന് എന്നെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളൂ? പക്ഷേ UAPA കേസുകളിൽ പൊതുവെ അങ്ങനെ വരാറില്ലേ? അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? UAPA കേസുകൾ വക്കാലത്തെടുക്കാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു. ഭയാനകമല്ലേ ശരിക്കും അത്? കാരണം നിങ്ങൾ UAPA കേസെടുത്താൽ നിങ്ങൾ മാവോയിസ്റ്റായി, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ മൗലികവാദിയായി, അങ്ങനെ നിങ്ങൾ ടാർണിഷ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് കേസെടുക്കാൻ വക്കാലത്തിൽ ഒപ്പിടാൻ ധൈര്യപ്പെടാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് വരുന്ന വഹിക്കാൻ കഴിയാതിരിക്കുന്ന പ്രതികളായി രോഗത്ത് കിടക്കുന്നത്. 10-14 കൊല്ലം അകത്ത് കിടന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് നിങ്ങളോട് ഓടാൻ പറയുന്നത് പോലെയാണ്. നിങ്ങൾ ചലിക്കാൻ പോലും പറ്റില്ല. ദൈനംദിനമായിട്ട് വക്കീലിന് കൊടുക്കാനുള്ള ഫീസ് നിങ്ങളുടെ കയ്യില്ല. നിങ്ങളുടെ കുടുംബം പ്രകാരം ഒരു ക്യാൻസർ ബാധിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ക്യാൻസറിന് നിങ്ങൾക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക. നിങ്ങളൊരു കേസിൽ പ്രതിയായാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുമോ? ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി അങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? പാറാവറന്തലയാവുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് ഭരണകൂടം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. ഒരു നിയമ സംവിധാനത്തിലൂടെ ഇതിനെ ഇങ്ങനെ ഇല്ലാതാക്കുക. ഒരു ഭാഗത്ത് നമ്മൾ വെടിവെച്ച് കൊല്ലുന്നു. ഇപ്പോൾ നമ്മൾ കുപ്പുസ്വാമി ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കേരളത്തിൽ വെടിവെച്ച് കൊന്നു കഴിഞ്ഞു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഷായൊക്കെ പറയുന്ന പോലെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുക എന്ന രൂപത്തിലേക്ക് എത്തിക്കുമ്പോൾ പിന്നുള്ളത് ഈ നിയമത്തിൻ്റെ വെടിയാണ്. ഇതും വല്ലാത്തൊരവസ്ഥയാണ്. നോക്കുമ്പോൾ എന്താണ്? വി ആർ എ ഡെമോക്രാറ്റിക് ഓൺ എ റൂൾ ഓഫ് ലോ. അവരെല്ലാം വിചാരണ ചെയ്യുന്നില്ലേ? വിചാരണ നടക്കുന്നില്ലേ ഇവിടെ? ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഇല്ലേ? അണ്ടർ ദ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ്, എക്സെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾ ഓഫ് ലോ. ഓക്കെ, എല്ലാം ഗുഡ്. ഒരു രാജ്യവും നമ്മളെ ടെററിസ്റ്റ് രാജ്യമായിട്ട് കാണാൻ പോകുന്നില്ല ആ രീതിയിൽ നോക്കുമ്പോൾ. ഇപ്പം ഈ UAPA കേസുകൾ ശരിയാണ്, ഒരു വേർഷനിൽ വക്കീൽ പറഞ്ഞത് ആ ഒരു ഭാഗമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ട് ഈ UAPAയിൽ അല്ലെങ്കിൽ ഈ നേരത്തെ ചോദിച്ച വക്കീലിനോട് നേരത്തെ ജഡ്ജി ചോദിച്ചു എന്ന് പറയുന്ന ഒരു ചോദ്യം ഭരണകൂടം നമ്മുടെ മുന്നിൽ ഉയർത്തുമ്പോൾ നമ്മൾ അതിലെങ്ങനെ നമ്മൾ മറുപടി പറയാനാവും? ഈ പറയുന്ന എല്ലാ UAPA കേസുകളിലെ എല്ലാ പ്രതികളും നിരപരാധികളാണെന്ന് നമുക്ക് വാദിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ ഏത് ശരി, അവിടെയും ഈ ഏത് ശരി തെറ്റ് എന്നുള്ള സാധനമായിരിക്കുമല്ലോ. അതിൽ ഏറ്റവും ക്രൂഷ്യലായൊരു സാധനമാണ് UAPA എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ആ കേസുകളിൽ ഇടപെടുമ്പോൾ ഭരണകൂടം അഭിഭാഷകർക്ക് മേൽ ചുമത്തുന്ന ഒരു രീതി എങ്ങനെയാണ്? നേരത്തെ ആ രീതി നമ്മൾ കണ്ടു. അവർ ഏത് കണ്ണിലൂടെയാണ് നോക്കുന്നത് എന്നുള്ള കാഴ്ച. 2, നിങ്ങളാണോ അയാൾക്കെതിരെ ഹാജരാകുന്നത് എങ്കിൽ അയാൾ അത് തന്നെയായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക്. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? യു ആർ അപ്പിയറിങ് ഫോർ ദാറ്റ് സോ ഡെഫിനറ്റ്ലി ദേ വിൽ ബി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. ടാർണിഷ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാം സ്വാഭാവികമായിട്ടും. ഇത് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. ഓരോ ജഡ്ജസിൻ്റെ മനസ്സിൽ ഓരോ ചിത്രങ്ങളുണ്ട്. ഓരോ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം അയാൾ കടന്നു വരുമ്പോൾ ഇന്ന ആൾക്ക് വേണ്ടി, അയാൾ ട്രൈബിന് വേണ്ടി ഹാജരാകുന്ന. കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൽ ട്രൈബും ഒരു വേറെ ലാൻഡ് ലോഡ്സ് തമ്മിലുള്ള കേസാണ്. അപ്പോൾ ഞാൻ ട്രൈബിന് വേണ്ടിയാണ് ഹാജരാകുന്നത്. യു ആർ ഫോർ ദ പെറ്റീഷൻ അല്ല, ഐ തോട്ട് യു വിൽ നോട്ട് അപ്പിയർ, യു ആർ ഫോർ ദ ട്രൈബ്സ് ഓൾവേസ് എന്നുള്ള പറയുന്നുണ്ട്. നല്ല എഴുതിയാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു ടാർണിഷിങ് ഉണ്ട് അവിടെ. ട്രൈബ്സിന് വേണ്ടി ഹാജരാവുള്ളൂ. അതോടൊപ്പം UAPA കേസുകളാണെങ്കിലും മാവോയിസ്റ്റുകൾക്ക് വേണ്ടി ഹാജരാവും, അല്ലെങ്കിൽ മറ്റവർക്ക് വേണ്ടി ഹാജരാവുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ചിത്രം അവരുടെ മനസ്സിലുണ്ട്. അത് തെറ്റായ രീതിയിൽ പ്രജുഡിസ്ഡ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വി ആർ ഗെറ്റിംഗ് എ മാർജിൻ ബിഫോർ ദം. കാരണം ഫോർ ദ ഹാവ് നോട്ട്സ് വി സ്റ്റുഡ് ബിഫോർ ദം.
ഒന്നുമില്ലാത്തവൻ്റെ മനുഷ്യനിൽ ഒന്നും കിട്ടാതെ പലപ്പോഴും ഒരു നിത്യവൃത്തിക്ക് പോലും കഴിയാത്ത രൂപത്തിൽ നമ്മൾ കേസ് നടത്തുന്നുണ്ട് അവിടെ അവർക്ക് വേണ്ടിയിട്ട്. ഇഫ് നോട്ട് വി, ഹൂ വിൽ കം ദെയർ എന്നൊരു ചോദ്യമില്ലേ? കാരണം കോടികൾ കൊടുക്കാൻ കഴിയുന്ന അഭിഭാഷകരൊന്നും അവർക്കൂടെ വേദിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇനി കോടതിയിൽ നിന്ന് വെച്ച് കൊടുക്കുന്ന അഭിഭാഷകൻ ഈ 10,000 പേജുള്ള ഫയലൊന്നും പഠിക്കാനൊന്നും കൂട്ടായിരിക്കാനും തയ്യാറാവണമെന്നില്ല. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന അപ്പുറത്തേക്ക്. അങ്ങനെയല്ല, ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒന്ന് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് യു ആർ ഓൺ ദ ആ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് കോസിനോട് ബന്ധപ്പെട്ടാകാം, അയാളുടെ നിരപരാധിത്വത്തോട് ബന്ധപ്പെട്ടാകാം, ഒരു സിസ്റ്റത്തോടുള്ള അവർഷം കൊണ്ടാകാം. വക്കീല പറഞ്ഞതിൽ എനിക്കൊരു ചോദ്യം ചോദിക്കില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സർക്കാർ അഭിഭാഷകരിൽ വിശ്വാസം കുറവാണെന്നാണോ? എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല. കാരണം കിട്ടുന്ന കിട്ടുന്ന അവസരത്തെ സുവർണാവസരമാക്കി മാറ്റുന്ന ആളുകളുണ്ട്, നന്നായിട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ കുഴപ്പമെന്ന് അറിയാം, നിങ്ങളിപ്പോൾ ഒരു 5 വർഷമുള്ള ഒരാളെ ഇത്തരത്തിലുള്ള കേസുകളിലേക്ക് കൊടുക്കുമ്പോൾ അയാളുടെ പരിമിതിയുണ്ട് അവിടെ. ഒരു കോടത്തിനുള്ളിൽ നിന്ന് അവരുടെ ടേബിളിൽ നിന്നാണ് അവർ അഭിഭാഷകരെ കൊടുക്കുന്നത്. 7 or 10 ആയിക്കോട്ടെ, അപ്പോൾ പോലും അവരുടെ എക്സ്പീരിയൻസ് നേരെ കണ്ട പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലെ കേസുകൾ ചെയ്ത് നല്ല തഴക്കവും വഴക്കമുള്ള പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സാണ്. കാരണം നമ്മൾ മാർക്സിസ്റ്റ് ഫിലോസഫി പറയില്ലേ, ക്വാണ്ടിറ്റി മേക്സ് ക്വാളിറ്റി. എണ്ണം ഗുണം ഉണ്ടാക്കും. നിങ്ങൾ ഒരേ കേസ് പല രീതിയിൽ പല പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങളിൽ വല്ലാത്തൊരു പ്രാഗൽഭ്യം ഉണ്ടാകും. അത്രയും പ്രഗത്ഭനായ ഒരാളോടാണ് നിങ്ങൾ മത്സരിക്കുന്നത്, ഒരു ജൂനിയർ പോയി മത്സരിക്കാൻ പോകുന്നത്. വേറൊന്നും കൂടി പറഞ്ഞുതരാം. സാധാരണ ഇപ്പോൾ നിങ്ങളൊരു പ്രതിയാണെങ്കിൽ, ഇപ്പോൾ ആതിരയുടെ കേസ് ഞാൻ നടത്തുമ്പോൾ ആതിരയോട് എന്തൊക്കെയാണ് സംഭവം എന്നുള്ള മുഴുവൻ ഞാൻ ചോദിച്ചിട്ടാണ് കേസിലേക്ക് വരും. ഐ നോ വാട്ട് ഓൾ തിങ്സ്, വാട്ട് ആർ ദ ഫാക്ട്സ്, മെറ്റീരിയൽ ഫാക്ട്സ്. ഇവിടെ അതല്ലല്ലോ. ഇവരാദ്യം തന്നെ ജയിലിനുള്ളിലാണ്. ഈ ജയിലിൻ്റെ അഴികളിൽ നിന്ന് നമുക്ക് അയാളുമായിട്ട് സംസാരിക്കഴിഞ്ഞാൽ 5-10 മിനിറ്റായിരിക്കും. അതും 2 കണ്ണികളുള്ള വലകൾക്ക് അപ്പുറവും അപ്പുറത്തും ജയിലിലെ വാർഡൻ നോക്കി നിൽക്കുന്നുണ്ടാവും. പല കാര്യമായിരിക്കും പറയാൻ കഴിയില്ല. അയാൾ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അയാളുടെ ഹിയറബിൾ ഡിസ്റ്റൻസിലാണ് ഇയാൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലിമിറ്റേഷൻ നിങ്ങളൊന്ന് നോക്കിയേ. നിങ്ങൾ എന്താണ് യഥാർത്ഥം ചെയ്യുന്നത്? കണ്ണുപൊട്ടൻ്റെ മാവിലേക്കുള്ള ഏറില്ലേ, അതുപോലെയാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കലും വസ്തുതകൾ പോലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ തന്നെ പറഞ്ഞുതരാം, വയനാട്ടിലുള്ള ഒരു കേസ് ഞങ്ങൾ നടത്തിയിരുന്നു. അടുത്ത് ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ പോയിട്ട് നേരെ ഒരു ബോംബെറിഞ്ഞിട്ട് അവരുടെ ഒരു അയാളുടെ ബൈക്ക് കത്തിച്ചു. അതായിരുന്നു കേസ്. അവിടെ ഞങ്ങൾ സംഭവസ്ഥലം കാണാൻ പോയിട്ടില്ല. ആ സംഭവസ്ഥലം പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചു തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ വീഡിയോ എടുത്ത് അയച്ചു തരാൻ പോയിട്ട് അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല. കാരണം അവിടെ ഫോറസ്റ്റ് ഉള്ളിലായതുകൊണ്ട് തന്നെ കയറാൻ പറ്റില്ല. അപ്പോൾ സംഭവസ്ഥലം പോലും നമ്മൾ കാണുന്നില്ല ഒരു കേസ് നടത്താനായിട്ട്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ, പിന്നീട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റിൻ്റെ വിഷ്വൽസ് നോക്കി. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വിഷ്വൽസിൽ അയാളുടെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ആ അമ്മയുടെ ഇൻ്റർവ്യൂവിൽ നിന്നാണ് ആ വീടിൻ്റെ ചിത്രവും മറ്റൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെത്ര ഇൻകപ്പാസിറ്റേറ്റഡ് ആണെന്ന് നോക്കുക. നമ്മളെപ്പോലും ദുർബലരാക്കുന്നൊരവസ്ഥയാണ്. ഒരു കേസ് പഠിക്കുന്നതിന് എങ്ങനെയാണ് നമ്മുടെ ആത്മനിഷ്ഠമായ ഒന്നല്ല അത്, വസ്തുനിഷ്ഠ സ്വാദങ്ങൾ വെച്ചിട്ടല്ലേ, വസ്തുതകളല്ലേ നമ്മൾ പരിശോധിക്കുന്നത്. ഈ വസ്തുതകൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലോ, ആ വസ്തുതകൾ മനസ്സിലാക്കുന്നതിൽ നമുക്ക് നിരോധനം ഏർപ്പെടുത്തി കഴിയുകയാണെങ്കിലോ, ഞാൻ ഏത് വിധത്തിലുള്ള നീതിയാണ് അവിടെ നടപ്പാക്കി കൊടുക്കുന്നത്? കഥ അറിയാതെ ആട്ടം കാണുന്ന പോലെ ഞാൻ എന്തോ 4 ചോദ്യം ചോദിച്ചിട്ട് ഞാനെന്ത് പ്രഗത്ഭനാണെന്നാണ് ഞാനീ പറയുന്നത്? അല്ല, ഇവിടെയാണ് വിഷയം. പ്രത്യേകിച്ച് ഞാൻ NIA കേസുകളുടെ കാര്യമാണ് പറയും. ഇപ്പോൾ 302 കേസൊക്കെ ആണെങ്കിലും ഒരു 3 മാസം കഴിഞ്ഞ് ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നു. അയാളുമായിട്ട് നമ്മൾ സംഭവ സ്ഥലത്ത് പോയി അയാളോട് കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഏതാണ് ഏരിയ, വെട്ടേണ്ട ഏരിയ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഏത് ഏരിയയാണ് ക്രോസ് ചെയ്യേണ്ടത്, ഏതെല്ലാം സാക്ഷികൾ എവിടെയാണ്, നുണ പറയുന്ന ഏരിയ ഏതാണ്, ആ നുണയിലാണ് നമ്മൾ കൊളുത്തുന്നത്. അയാളുടെ ചെറിയ വസ്തുതകളുടെ സത്യം പോലും അയാൾ ബ്ലർഡാക്കി മാറ്റുന്നത് അയാളുടെ നുണയിൽ കയറി പിടിച്ചുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ട്. ഇല്ലേ, നെർവസാക്കാൻ വരും. നിങ്ങളെനിക്ക് നെർവസാക്കാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡ്രോബാക്കുള്ളൊരു ഏരിയയിൽ ഞാൻ കണ്ടെത്തിയാൽ മതി. ഇതൊന്നും അറിയാതെയാണ് പോകുന്നത്. ഒരു മിക്കവാറും NIA കേസുകളിൽ കിട്ടുന്ന അനുഭവം അതാണ്. പിന്നെ കഷ്ടിച്ച് ചിലപ്പോൾ ട്രയൽ കോടതി ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഹൈക്കോടതിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ വസ്തുക്കളൊക്കെ കാണിച്ചിട്ടുണ്ട്. കാരണം ഇവിടെയുള്ളൊരു ബയസ് അവിടെ ഞാൻ കണ്ടിട്ടില്ല, ഹൈക്കോടതിയിൽ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടില്ല. പ്രഗത്ഭരായ ജഡ്ജസ് ഉണ്ട് അവിടെ, ക്രിമിനൽ സൈഡെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അവർക്കറിയാം കാര്യങ്ങൾ പറയുമ്പോൾ എവിടെയൊക്കെയാണ് ഈ പതിരി കിടക്കുന്നത്, എവിടെയൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ട്.